നടൻ മുകേഷിനെതിരെ CPM കടുത്ത നടപടി സ്വീകരിക്കാൻ സാധ്യത. ദേശീയ നേതൃത്വവും വനിതാ നേതാക്കളും മുകേഷിനെ ചിലർ സംരക്ഷിക്കുന്നതിനെതിരെ ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. അതുകൊണ്ടുതന്നെ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വന്നാൽ തോറ്റുപോകുമെന്ന പ്രതിസന്ധിയൊന്നും കണക്കാക്കാതെ കേരളത്തിലെ സ്ത്രീ മനസ്സിനൊപ്പം നിൽക്കാനാണ് CPM ആലോചിക്കുന്നത്. അതനുസരിച്ചുള്ള തീരുമാനങ്ങളാവും വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. നടൻ മുകേഷിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. MLA എന്ന നിലയിൽ സൂക്ഷിക്കേണ്ട സാമൂഹ്യ ബാധ്യത നിറവേറ്റാതെ സ്ത്രീവിരുദ്ധ നിലപാടുകൾ നിരന്തരം സ്വീകരിച്ച മുകേഷിനെതിരെ CPM ദേശീയ നേതാവ് ബൃന്ദ കാരാട്ട് ശക്തമായ നിലപാട് സ്വീകരിച്ചതിനു പിന്നിൽ കേരളത്തിലെ വനിതാ നേതാക്കൾ അണിനിരന്നു കഴിഞ്ഞു. CPIയും മുകേഷിനെ തള്ളിപ്പറഞ്ഞു. എന്നാൽ കുറ്റാരോപണത്തിൻ്റെ പേരിൽ മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന CPM നിലപാട് കേരളീയ സമൂഹത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ക്ഷണിച്ചു വരുത്താൻ പോകുന്നതെന്ന് CPMന് തോന്നിത്തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായ ഓരോ സ്ഥാനങ്ങളിൽ നിന്നും മുകേഷിനെ മാറ്റി നിർത്താനായിരിക്കും അടുത്ത ദിവസങ്ങളിൽ CPM ശ്രമിക്കുക. മുഖ്യമന്ത്രിയെ കണ്ട മുകേഷ് താൻ നിരപരാധിയാണെന്ന് വ്യക്തമാക്കിയെങ്കിലും പിണറായി വിജയൻ അത് മുഖവിലക്കെടുത്തിട്ടില്ല. കൊല്ലം സീറ്റിൽ വിജയിക്കുന്നതിന് മുകേഷിൻ്റെ താരപരിവേഷം ഉപയോഗിക്കുക എന്നതിനപ്പുറം പിണറായിക്ക് മുകേഷിനോട് പ്രത്യേക മമതയൊന്നുമില്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. സ്ത്രീവിരുദ്ധ നിലപാടുകളുടെ പേരിൽ മുകേഷ് ക്ഷണിച്ചു വരുത്തിയിരിക്കുന്ന കടുത്ത വിമർശനങ്ങൾക്ക് CPM ഉത്തരം പറയാതെ വയ്യ. എന്നു മാത്രമല്ല, ബൃന്ദ കാരാട്ട്, ആനി രാജ തുടങ്ങിയ നേതാക്കളുടെയും കേരളത്തിലെ വനിതാ നേതാക്കളുടെയും അഭിപ്രായം ഗൗരവമായി എടുക്കാതിരിക്കാൻ CPMന് കഴിയാതെ വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മുകേഷിനെതിരെ കടുത്ത നടപടികൾ സ്വീകരിച്ച് ഇടതുപക്ഷം മുഖം രക്ഷിക്കാൻ ശ്രമിക്കാനാണ് സാധ്യത. അങ്ങനെ സംഭവിച്ചാൽ മുകേഷിന് മുന്നിൽ CPMൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും വാതിൽ അടയുമെന്നതിൻ്റെ സൂചനയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മുകേഷും ആദ്യ ഭാര്യ സരിതയും തമ്മിലുള്ള പ്രശ്നങ്ങളും കേസും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. തുടർന്ന് മേതിൽ ദേവികയെ മുകേഷ് വിവാഹം കഴിച്ചു. അധികം വൈകാതെ ആ ബന്ധവും തകർന്നു. ഇതൊക്കെ CPMലെ ചില നേതാക്കൾ ഗൗരവമായി കാണണമെന്ന് അതത് പാർട്ടി ഘടകങ്ങളിൽ പലതവണ വ്യക്തമാക്കിയതാണ്. എന്നാൽ കൊല്ലം നിയമസഭാ സീറ്റ് സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ നീങ്ങിയ ചില പ്രധാന CPM നേതാക്കൾ മുകേഷിനെതിരായ ആരോപണങ്ങൾ കാര്യമായി എടുത്തില്ല. ലോകസഭയിലേക്ക് മത്സരിച്ച് മുകേഷ് തോൽക്കുകയും ചെയ്തു. ഇപ്പോൾ കേസായതും അല്ലാത്തതുമായ പല ആരോപണങ്ങളും മുഖ്യമന്ത്രിയുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. കേന്ദ്ര നേതൃത്വം ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദങ്ങളെ മറ്റു ചില കേസുകളുമായി താരതമ്യം ചെയ്യേണ്ട എന്ന നിലപാടിലാണ് എത്തിയിരിക്കുന്നത്. മുകേഷിനെ ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന ഉന്നതരായ ചില നേതാക്കളുടെ നിലപാടുകളും വിമർശന വിധേയമായിട്ടുണ്ട്. കൊല്ലത്തു നിന്നുള്ള പ്രമുഖ നേതാക്കളിൽ ഭൂരിപക്ഷം പേരും മുകേഷിനെ സംരക്ഷിക്കുന്നത് കേരളത്തിലെ സ്ത്രീ മനസ്സിനെ മുറിപ്പെടുത്തുമെന്നും അതിനാൽ മുകേഷിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്നും നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു. ഒട്ടും വൈകാതെ മുകേഷിനെതിരെ CPM കടുത്ത നടപടി സ്വീകരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇല്ലെങ്കിൽ മുകേഷിനെ സംരക്ഷിക്കുന്നവർ പ്രതിക്കൂട്ടിലാകുമെന്ന് വനിതാ നേതാക്കൾ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു.